ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണ ലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന ആനയോട്ടം എന്ന ഒരു ചടങ്ങിനെ കുറിച്ചാണ്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഏറ്റവും കൗതുകം നിറഞ്ഞ ചടങ്ങുകളിലൊന്നാണ് ഈ പറയുന്ന ആനയോട്ടം എന്ന് പറയുന്ന ചടങ്ങ്. മത്സരത്തിനപ്പുറം വിശ്വാസങ്ങളും പതിവ് തെറ്റിക്കാതെയുള്ള ആചാരങ്ങളും ഒക്കെയാണ് ആനയോട്ടത്തെ ഇത്ര കണ്ട് പ്രസിദ്ധമാക്കിയിട്ടുള്ളത് എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ ഗുരുവായൂർ ഉത്സവത്തിൻ്റെ ഒന്നാം ദിവസം കൊടി കയറുന്ന ദിവസം തന്നെയാണ് ആനയോട്ട മത്സരവും ഗുരുവായൂരിൽ നടത്താറുള്ളത്. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ മുന്നിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ആനയെയാണ് ആ ഉത്സവ സമയത്ത് ഭഗവാനെ എഴുന്നള്ളിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ കുടമണിയൊക്കെ കുലുക്കി കണ്ണൻ്റെ മുന്നിലേക്ക് ഓടിയെത്തുന്ന ആനകളെ കാണാൻ തന്നെ വളരെ കൗതുകമാണ്. നൂറ്റാണ്ടുകൾക്ക് പഴക്കമുണ്ട് ഈ ഒരു ചടങ്ങിന് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉത്സവത്തിന് മുന്നോടിയായിട്ട് അവിടെ ഒരുപാട് കലശ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. അങ്ങനെ ഫെബ്രുവരി 21 കൊടി കയറി മാർച്ച് 1 ആറാട്ടോടെയാണ് ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ സമാപനം എന്ന് പറയുന്നത്. കൊടിയേറ്റ ദിവസത്തിൽ നടക്കുന്ന ആനയോട്ടത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളും വിശ്വാസങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. നൂറ്റാണ്ടുകളായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ മുടക്കമില്ലാതെ നടക്കുന്ന ചടങ്ങുകളൊന്നാണ് ഈ ആനയോട്ടം എന്ന് പറയുന്ന ഈ ഒരു ചടങ്ങ്. ഉത്സവം കൊടി കയറുന്ന ദിവസമാണ് ആനയോട്ടം നടക്കുക എന്നൊക്കെ നേരത്തെ പറയുണ്ടായിട്ടുണ്ട്. ആദ്യത്തെ ദിവസത്തെ ശിവേലിക്ക് ആനയെ എഴുന്നള്ളിക്കുന്ന ഒരു പതിവൊന്നും ഇല്ല. അതിനും കാരണമുണ്ട് കേട്ടോ. അതിൻ്റെ പിന്നിലും കഥകളുണ്ട്. ആനകളെ ഒഴിവാക്കിയുള്ള ശിവേലിയും ആനയോട്ടവും ഒക്കെ എങ്ങനെയാണ് വന്നതെന്നുള്ളത് നമുക്ക് കേട്ടു നോക്കാം. എങ്കിൽ അതിൻ്റെ ചരിത്രം നമുക്ക് അറിഞ്ഞിരിക്കണം. പണ്ട് കൊച്ചി രാജാവിൻ്റെയും സാമൂതിരി രാജാവിൻ്റെയൊക്കെ കാലത്താണ് ഈ ഒരു സംഭവ കഥ നടക്കുന്നത്. കൊച്ചി രാജാവിൻ്റെ കീഴിലായിരുന്നു തൃക്കണാമതിലകം ക്ഷേത്രം. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള തൃക്കണാമതിലകം ക്ഷേത്രം കൊച്ചി രാജാവിൻ്റെ കീഴിലാണ്. അന്ന് അവരുടെ കീഴിലായിരുന്നു ആ ക്ഷേത്രം ഉണ്ടായിരുന്നത്. ഗുരുവായൂർ ക്ഷേത്രം സാമൂതിരിയുടെ ഉടമസ്ഥതയിലുമായിരുന്നു. അങ്ങനെ പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്വന്തമായിട്ട് ആനകളൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിൽ. അങ്ങനെ ഉത്സവം ഈ ആനകളില്ലാതിരുന്ന ഈ സമയത്ത് ഉത്സവത്തിന് വേണ്ട ആനകളെ കൊടുത്തിരുന്നത് ഈ തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്നായിരുന്നു. അങ്ങനെ രണ്ട് രാജാക്കന്മാരും തമ്മിൽ ഗംഭീര കലഹം ഉണ്ടായി ആ ഒരു സമയത്ത്. അങ്ങനെ ഗുരുവായൂരിലേക്ക് ആനകളെ ഉത്സവത്തിലേക്ക് അയക്കില്ല എന്ന് ആര് പറഞ്ഞു? തൃക്കണാമതിലകം ക്ഷേത്രത്തിലെ സാമൂതിരിയൊക്കെ തീരുമാനമെടുത്തു. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശിവേലിക്ക് ഭഗവാനെ എഴുന്നള്ളിക്കുന്നതിന് വേണ്ടിയിട്ട് ആന വേണം താനും. അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്സവ ദിവസം ആനകളെ എഴുന്നള്ളത്തിനെത്തിയില്ല. അന്ന് വന്നില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവ ദിവസം ആനകളൊന്നും ഭഗവാനെ എഴുന്നള്ളിക്കുന്നതിനുള്ള ആനകളൊന്നും വന്നതില്ല. അങ്ങനെ ആ ദിവസത്തെ രാവിലത്തെ ശിവേലി ആനയില്ലാതെയാണ് നടത്തിയത്. അങ്ങനെ ഈ ക്ഷേത്രത്തിൽ ആനയില്ലാത്ത കാലത്തെ ശിവേലിയെ അനുസ്മരിപ്പിക്കുന്നതാണ് ഉത്സവാരംഭ ദിവസത്തെ ആനയില്ല ശിവേലി എന്നൊക്കെ പറഞ്ഞു. ആ ഒരു ദിവസം രാവിലെ ശിവേലിക്ക് കീഴ്ശാന്തി ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണത്തിടമ്പ് കയ്യിലെടുത്ത് നടന്ന്, അതായത് 3 പ്രദക്ഷിണം നടന്നാണ് ഭഗവാനെ കയ്യിൽ പിടിച്ചാണ് ആ ഒരു ശിവേലി നടക്കുന്നത്. അന്നേ ദിവസം ആനയോട്ടം കഴിയുന്നത് വരെ ആനകളൊന്നും ആ ക്ഷേത്ര പരിസരത്തേക്ക് വരരുത് എന്നാണ് അവിടുത്തെ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ ബാക്കി ഉത്സവം ഒക്കെ അങ്ങനെ ആന ഇല്ലാതെ ഭഗവാന് ആനപ്പുറത്ത് എഴുന്നള്ളിക്കേണ്ടതാണ്. അപ്പോൾ ആന ഇല്ലാതെ നടത്തേണ്ടി വരുമോ എന്നുള്ളത് ഇങ്ങനെ വിഷമിച്ച് അങ്ങനെ ആശങ്കയിലിരിക്കുന്ന സമയത്താണ് ഉച്ച കഴിഞ്ഞതോടെ ആനകളുടെ ഒരു കൂട്ടം തന്നെ അങ്ങോട്ട് വരികയാണ്. തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്ന് മണി കുലുക്കി, അതായത് കൊടുങ്ങല്ലൂർ ആ ഭാഗത്ത് നിന്ന് മണി കുലുക്കി ഓടി വരുന്ന ആനകളെയാണ് ഇവർക്ക് കാണാൻ കഴിഞ്ഞത്. ആ ഒരു സംഭവത്തിനെ അനുസ്മരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നും ആ ഒരു ചടങ്ങ് ഇന്നും ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ആ ആനകളുടെ ആ മണി കുലുക്കി വന്ന ആ ആനകളുടെ ഓർമ്മയിലാണ് ഇന്നും ആനയോട്ടം എന്ന പരിപാടി അല്ലെങ്കിൽ ആ ഒരു ചടങ്ങ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഉത്സവത്തിൻ്റെ ഒന്നാം ദിവസം ആനയോട്ടം നടക്കുന്നത് വരെ ആനകളെ ക്ഷേത്ര പരിസരത്തേക്ക് കൊണ്ടുവരില്ല. കാരണം ഈ ഒരു ഐതിഹ്യത്തിൻ്റെ പുറത്താണത്. ഉച്ച കഴിഞ്ഞ് 2 മണിയോടുകൂടി കൊടിമരവും ചുറ്റുപാടുമൊക്കെ നല്ലപോലെ വൃത്തിയാക്കി പിന്നെ പത്തുകാർ വാര്യർ ഭണ്ഡാരത്തിന് സമീപം അവിടെ അരിക്കോലം നമ്മളിപ്പോൾ പറയൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ അണിയാറുണ്ട് അല്ലേ? അരിമാവ് കൊണ്ട് നമ്മൾ അണിയാറുണ്ട്. അതേപോലെ അണിയും. എന്നിട്ട്
ഈ ഒരു ആനയോട്ടത്തിൻ്റെ ചടങ്ങ് തുടക്കം കുറിക്കുകയാണ്. അങ്ങനെ തുടർന്ന് ആനകളുടെ കഴുത്തിൽ കെട്ടാനുള്ള ചരടിൽ കോർത്ത കുടമണി അത് കുലുക്കിയാണ് അവർ വരിക. ആന ഓടി വരുമ്പോൾ തന്നെ അറിയാലോ, ആ കുടമണിയുടെ ശബ്ദം നമ്മുടെ ചെവികളിലൊക്കെ അങ്ങനെ ഒരു തവണയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് എല്ലാ വർഷവും അത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തും. ഭയങ്കര തിരക്കുള്ളൊരു സമയം കൂടിയാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ കോലത്തിൽ അരിമാവ് അണിഞ്ഞതിന് മുകളിലായിട്ട് വെക്കും ഈ ഇവർക്ക് കെട്ടാനുള്ള കുടമണി. പിന്നെ കണ്ടിയൂർ പട്ടത്തെ നമ്പീശൻ, അതായത് ഓരോരുത്തർക്കും ഓരോ അവകാശങ്ങളുണ്ട്. അങ്ങനെ അവകാശപ്പെട്ട അവിടുത്തെ നമ്പീശൻ എന്ത് ചെയ്യും, ഈ കുടമണി കൂട്ടെടുത്തിട്ട് നമ്പ്യാർക്ക് കൊടുക്കുകയാണ്. മാതമ്പാട്ട് നമ്പ്യാർ എന്നുള്ളത് അതും പാരമ്പര്യമായിട്ട് അവകാശമുള്ള ഒരു തറവാട്ടുകാരാണ്. മാതമ്പാട്ട് നമ്പ്യാർക്ക് കൊടുക്കും. അങ്ങനെ അത് ആനയ്ക്ക് കൈമാറുകയാണ് ചെയ്യുക. ആനയുടെ ആനക്കാർക്ക് കൈമാറി കൊടുക്കും. അങ്ങനെ അപ്പോഴേക്കും മഞ്ജുലാൽ തറയൊക്കെ തയ്യാറായിട്ട് 12 ആനകളും കുടമണിയൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ആനയോട്ടത്തിൽ പങ്കെടുക്കാനായിട്ട് 5 ആനകൾക്കേ കഴിയുള്ളൂ. 5 ആനയ്ക്ക് മാത്രമേ പങ്കെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ അവരെ സ്റ്റാർട്ട് ലൈനിലൊക്കെ നിർത്തിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ 3 മണി ഭഗവാന്റെ അവിടുത്തെ എന്താ പറയുക, നാഴികമണി 3 അടിച്ച സമയം കൊണ്ട് ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, 3 തവണ ശംഖ് ഊതുന്നതോടെ ക്ഷേത്രത്തിലേക്ക് ലക്ഷ്യമാക്കി ആനകൾ അവിടെ ഓട്ടം ആരംഭിക്കുകയാണ്. അങ്ങനെ കിഴക്കേ ഗോപുര കവാടം കടന്ന് ക്ഷേത്രത്തിലെത്തുന്ന ആനയാണ് വിജയിയായിട്ട് സാധാരണ കണക്കാക്കാറുള്ളത്. ഈ ആന ഓടി വരുമ്പോൾ, വിജയിയായിട്ട് ഓടി വരുന്ന ആനേനെ ശംഖ് വിളിച്ചും നിറപറ വെച്ചും ഒക്കെയാണ് സ്വീകരിക്കുക. അത്രത്തോളം ഭക്തിയോട് കൂടിയിട്ടാണ് ആനേനെ നമ്മൾ കാണുക. അവിടെ അണിനിരിക്കുന്ന ഭഗവാന്റെ എല്ലാ ആനകളെയും നമുക്ക് അത്രത്തോളം ഭക്തിയാണ്. എങ്കിൽ പോലും ഭഗവാന്റെ ആ ഒരു ശീവേലിക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ തിടമ്പ് എഴുന്നള്ളിക്കാനായിട്ടുള്ള അനുഗ്രഹം കിട്ടുന്ന ആനയെ അത്രത്തോളം ഭക്തിയാദരപൂർവ്വമാണ് അവിടെ സ്വീകരിക്കുന്നുണ്ടാവുക. തുടർന്ന് 7 പ്രദക്ഷിണം ഓടി ക്ഷേത്ര നടയിലെത്തിയിട്ട് ആന തുമ്പിക്കോയി കൊണ്ട് ഭഗവാനെ നമസ്കരിക്കും, അല്ലെങ്കിൽ ഭഗവാനെ വന്ദിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ഓട്ടത്തിൽ പങ്കെടുത്ത മറ്റ് ആനകളൊക്കെ വടക്കേ നടപ്പുരയിൽ അങ്ങനെ നിൽക്കും, വരിയായിട്ട് നിൽക്കും. 5 ആനയിൽ 4 എണ്ണം ഒക്കെ ഉണ്ടാവുമല്ലോ, അവരങ്ങനെ നടപ്പുരയിൽ നിൽക്കും. ബാക്കിയുള്ള ഓട്ടത്തിൽ പങ്കെടുക്കാത്ത ആനകളൊക്കെ മെല്ലെ നടന്ന് വടക്കേ നടപ്പുരയിലേക്ക് എത്തുകയാണ് പതിവ്. അങ്ങനെ ആനയോട്ടത്തിൽ വിജയിച്ച ആന ഉത്സവം കഴിയുന്നത് വരെ ആ ഉള്ളിൽ തന്നെയായിരിക്കും. അതിന് പ്രത്യേകം ശുശ്രൂഷകളും പ്രത്യേക പരിഗണനകളും ഒക്കെ കിട്ടും ആ ഒരു ദിവസം, കുറച്ച് ദിവസങ്ങൾ. അങ്ങനെ അത്രത്തോളം ഭാഗ്യം ലഭിച്ച ആനകളാണ് ഭഗവാന്റെ തിടമ്പേറ്റാനായിട്ട് ഈ ഓരോ വർഷവും മാറി മാറി വരാറുള്ളത്. അങ്ങനെ പിന്നീട് ആനകളെ കൊണ്ടുവരുന്നതിന് മുണ്ടിട്ടോ നിഷ്കർഷകളൊക്കെ പുന്നത്തൂർ കോട്ടയിൽ ഭഗവാന്റെ ആന സങ്കേതത്തിൽ നിന്നുള്ള ആനകളിൽ നിന്ന് നല്ല ആരോഗ്യസ്ഥിതിയുള്ളതും അക്രമ സ്വഭാവമില്ലാത്തതുമായിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആനകളെ മാത്രമായിരിക്കും ആനയോട്ടത്തിൽ പങ്കെടുപ്പിക്കുക. അങ്ങനെ ആ തിരഞ്ഞെടുക്കപ്പെട്ട ആനകളിൽ നിന്നും 5 ആനകളെ മുൻനിരയിൽ ഓടാൻ വേണ്ടി നറുക്കിട്ടിട്ടാണ് തീരുമാനിക്കുക. അങ്ങനെ ആനകളെ കുളിപ്പിച്ചൊക്കെ തയ്യാറാക്കി മഞ്ഞളാലിൻ്റെ അടുത്ത് അണിനിരത്തുകയാണ് പതിവുള്ളത്. അങ്ങനെ ഗുരുവായൂരിലെ ഏറ്റവും ആൾത്തിരക്കേറിയ ഒരു ദിവസം തന്നെയാണ് ഈ ആനയോട്ട ദിവസം എന്ന് പറയുന്നത്. കാണാനായിട്ട് എത്രയോ ഭക്തജനങ്ങൾ, ഇവിടെ നിന്നൊക്കെയോ വരുന്ന ഭക്തജനങ്ങൾ റൂം എടുത്ത് അവിടെ താമസിക്കും ഈ ഒരു കാഴ്ച കാണുന്നതിന് വേണ്ടി. കാണാൻ നല്ല ഭംഗിയാണ്. അത്രത്തോളം സുരക്ഷകളും ശക്തമാക്കിയിട്ട് തന്നെയാണ് ഈ ഒരു പരിപാടി അവിടെ, ഈ ഒരു ചടങ്ങ് അവിടെ നടക്കാറുള്ളത്. പോലീസുകാരുടേതായാലും എല്ലാവരുടെയും വളരെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളിൽ കൂടിയാണ് ഈ ഒരു ചടങ്ങ് അവിടെ നടന്നു വരാറുള്ളത്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനയോട്ടം എന്നൊരു പരിപാടി നടക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഐതിഹ്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ അറിയുന്നവർ ഒരുപാട് പേരുണ്ടായിരിക്കും, എങ്കിലും അറിയാത്തവരുടെ ശ്രദ്ധയിലേക്കായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു ചെറിയ അധ്യായം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം.